അപ്പോൾ വേദിയിൽ കുരുക്കിന്റെ എല്ലാ അണിയറ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ദ പോലീസ് ഇൻ അവർ കോർട്ട്. ഇനി നമ്മളാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം ചോദിക്കേണ്ടത്. ഷൂട്ടിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ കുരുക്കിൽ പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ കുരുക്കുകളാണ് അവിടെ ഉണ്ടായത്, അങ്ങനെയാണ് അയച്ചതെന്നൊക്കെ നമുക്കിനി അവരുടെ ചോദിച്ചറിയാം. സോ മാധ്യമപ്രവർത്തകരിലേക്ക് നേരിട്ട് തന്നെ പോവാണ്. അത് ഒരു ഇൻട്രോ കൊടുക്കാനുള്ള ഒരു ഇൻട്രോ കൊടുത്തിട്ട് നമുക്ക് മാധ്യമപ്രവർത്തകരിലേക്ക് നേരിട്ട്. ഓക്കെ, സോ ദ സ്റ്റേജ് ഈസ് ഓൾ യുവേഴ്സ്. നമസ്കാരം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. ഞാനാണ് ഈ കുരുക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ഷൻ നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ കുരുക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രസ് മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും ആദ്യം തന്നെ നമസ്കാരം. കുരുക്ക് എന്ന് പറയുന്ന സിനിമ ഏകദേശം തിരുവനന്തപുരം സർക്കിളിലാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിൽ വരുന്ന ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മുടെ കുരുക്ക് എന്ന് പറയുന്നത്. അതിൽ പ്രധാന വേഷം അഭിനയിച്ചിട്ടുള്ളത് അനിൽ ആന്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടറാണ്. പിന്നെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ ബാലചേട്ടനെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, ബാലചേട്ടൻ അറിയുന്നതാണ്. അതുപോലെ മീര നായർ, മീരയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ശ്രീജിത്ത്, നമ്മുടെ സഹപ്രവർത്തകരും ഈ പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിക്കാൻ പറ്റില്ല. ഇതാണ് എനിക്ക് പേഴ്സണലായിട്ട് സിനിമയെ പറ്റി പറയാനുള്ളത്. ബാക്കി നമ്മുടെ ആർട്ടിസ്റ്റുകൾ സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ അനിൽ ആന്റോ. ഞാനാണ് കുരുക്കിലെ പ്രധാന കഥാപാത്രമായ CA സാജൻ ഫിലിപ്പിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കരിയറിലെ വളരെ പ്രതീക്ഷയുള്ള ഒരു കൊമേഴ്സ്യൽ ഫിലിക്കാണ് കുരുക്ക്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് എന്നെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്തത്. കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് പോലെ കണ്ടന്റ് ഈസ് കിങ് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നല്ലൊരു കണ്ടന്റാണ്. ഒത്തിരി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ ഇവൻറ്റ്സ് ഉള്ള, ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉള്ള എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ത്രില്ലർ സിനിമകളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇത് സ്വീകരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, പ്രതീക്ഷയും. അപ്പോൾ പുതിയ ആളുകളാണ് ഈ സിനിമയുടെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിച്ചിരിക്കുന്നത്. ഇൻക്ലൂഡിങ് ഞാൻ തന്നെയാണെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറല്ല, ഒരു അപ്കമ്മിങ് ആക്ടറാണ്. ഞാൻ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് എൻ്റെ കക്കയ്ക്ക് പ്രേമുണ്ടായിരുന്നു, നാലാമുറ, ക്രിസ്റ്റഫർ, അങ്ങനെയുള്ള ചില സിനിമകളിൽ RJ മടവ എന്ന സിനിമകളിലൊക്കെ ഒരു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ നായക വേഷം ചെയ്യുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ അതിൽ സെലക്ട് ചെയ്തതിൽ അഭിജിത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത് എൻ്റെ ചോയ്സ് ആയിരുന്നില്ല, ഞാൻ അഭിജിത്തിൻ്റെ ചോയ്സ് ആയിരുന്നു. അപ്പോൾ ലിറ്ററലി സ്പീക്കിംഗ് ഇത് എനിക്കൊരു ജാക്ക് പോട്ടാണ്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇത് തിയേറ്ററിൽ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട വലിയ താരങ്ങളില്ലെങ്കിലും അവരെ നിരാശപ്പെടുത്താത്ത നല്ല കണ്ടന്റുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇതെന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു. നമസ്കാരം. ചായ കുടിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇതിപ്പോൾ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാമെന്ന് എനിക്കറിയില്ല. ഒരുപാട് നമ്മൾ ചെയ്തു വരുന്ന സിനിമകളിലെ കഥാപാത്രം പോലൊരു കഥാപാത്രം, പിന്നെ ഇച്ചിരി പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, DGP ആണ് എന്നുള്ളതാണ്. പിന്നെ എന്നെ അട്രാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മോഡലിലുള്ള ഒരു പടം ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് ചുരുങ്ങിയൊരു ബഡ്ജറ്റിൽ കയ്യിലുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ അഭിജിത്ത് എടുത്ത ഒരു സാഹസം എന്ന് പറയുന്നത്, അതും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹസം എന്ന് പറയുമ്പോൾ അതിന് നമ്മളെ ക്ഷണിക്കുകയും തീർച്ചയായിട്ടും ക്ഷണം എവിടെ വന്നാലും ഓടിച്ചാടി പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ ഞാൻ കഥാപാത്രത്തിന് ഡെപ്തോ ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. പക്ഷെ ഈ ഒരു പുതിയ ഒരു സംവിധായകൻ, അദ്ദേഹം അവിടെ ചെന്നപ്പോഴും അസോസിയേറ്റ് സുഹാസാണ് എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്,
ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാം എന്നുള്ള രീതിയിൽ വന്നു. പക്ഷേ അവിടെ വന്ന് അവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് വളരെ ഗംഭീരമായിട്ട് മേക്ക് ചെയ്യാനുള്ള ഒരു ആർജവം, അതായത് ഉള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് ഉള്ള പരിമിതികൾ വെച്ചിട്ട് വളരെ നന്നായി അത് ചെയ്യാനുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഞങ്ങൾ. ക്യാമറമാൻ ആയാലും ഡയറക്ടറായാലും അസോസിയേറ്റ് അസിസ്റ്റന്റ് ക്രൂസ് ആയാലും എല്ലാവരും സിനിമയോട് ഭയങ്കര പാഷനുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ. അതുപോലെ അനിൽ ഒക്കെ, അനിലിനെയും ഞാൻ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ ഒരു ആർജവം കണ്ടപ്പോൾ നമ്മളും അതിൻ്റെ ഒരു ടീമിൻ്റെ ഒരു ഭാഗമായി. പിന്നെ ഒരുപാട് സിനിമകൾ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് മലവെള്ളപ്പാച്ചിൽ വരെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം സിനിമകൾ വരുന്നു, സിനിമകൾ എടുക്കുന്നു, പല സിനിമകളും റിലീസ് പോലും ചെയ്യപ്പെടാതെ എത്രയോ സിനിമകൾ നമ്മൾ അഭിനയിച്ച സിനിമകളൊക്കെ റിലീസ് പോലും ചെയ്തിട്ടില്ല, പകുതി വെച്ച് മുടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധിക്കിടയിൽ ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തു. ഉടനെ തന്നെ ഡബ്ബിങ്ങിന് ക്ഷണിച്ചു, ഡബ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു, ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു. ഇപ്പോൾ പ്രസ് മീറ്റ് നമ്മൾ റിലീസ് ജൂലൈ 5-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഒരു അവകാശവാദങ്ങളും ഇല്ല. ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, ഒരുപാട് സിനിമകൾ കണ്ട് വളരെ എന്താ പറയുക, വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിപ്പോൾ. അവർക്ക് ഒരുപാട് വെറൈറ്റി ചോയ്സസ് ഉണ്ട്, OTT അത് ഇതൊക്കെ. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ നമ്മളൊരു സിനിമ നിങ്ങളുടെ പോലെ അവതരിപ്പിക്കുന്നു. ഇങ്ങനൊരു സിനിമ വന്നതായിട്ട് എല്ലാവരും അറിയിക്കേണ്ട ബാധ്യതയും ചുമതലയും നമുക്കുണ്ട്. സിനിമയുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു മലയാളി സമൂഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ കണ്ടന്റ് നല്ലതാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് അറിയാം. പക്ഷേ കണ്ടന്റ് നല്ലതാണെന്ന് അറിയാൻ വേണ്ടി തിയേറ്ററിലേക്ക് എല്ലാവരും എത്തിച്ചേരണം. അപ്പോൾ കുരുക്ക് എന്ന് പറയുന്ന നമ്മുടെ സിനിമ ഒരു കുരുക്കുകളുമില്ലാതെ നിങ്ങൾ തിയേറ്ററിൽ പോയി ഒന്ന് കാണുക. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരോട് പറയുക, അതിനെ വിജയിപ്പിക്കുക. ഒരു പുതിയ ഒരു സിനിമാ സംവിധായകൻ കൂടി മലയാള സിനിമയ്ക്ക് അങ്ങനെ ലഭിക്കും. വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്യാനുള്ള ഒരു ആർജവമുണ്ടാവും. എന്നെ ഈ പടത്തിൽ ക്ഷണിച്ചതിനും ഇങ്ങനൊരു പ്രസ് മീറ്റിൽ നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ശ്രീജിത്ത് ശ്രീകണ്ഠൻ. SI അനിൽ അനിരുദ്ധ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ. SI അനിൽ അനിരുദ്ധ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ശ്രീജിത്ത് ശ്രീകണ്ഠൻ. SI അനിൽ അനിരുദ്ധ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കുരുക്ക് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ലീഡ് ക്യാരക്ടറായ CI സാജൻ അനിൽ ആൻഡോ ചേട്ടൻ ചെയ്ത ക്യാരക്ടറിൻ്റെ ഒപ്പം ഇൻവെസ്റ്റിഗേഷനിൽ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു യങ് ന്യൂലി റിക്രൂട്ടഡ് ആയിട്ടുള്ള ഒരു SI പോലീസ് ഓഫീസറാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഓവർ എന്തൂസിയാസവും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് ഞാനിപ്പോൾ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ച നമ്മുടെ ഡയറക്ടർ അഭിജിത്ത് സാറിനും ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഷാജിദ് സാറിനും അതുപോലെ ഇത് ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കിയ എന്നെ ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്ത എൻ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്ന് പറയുന്നത് തീർച്ചയായും ഇതിൻ്റെ കഥയും ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും പിന്നെ നമ്മുടെ അഭിജിത്ത് സാറിൻ്റെ ഡിറക്ഷൻ തീർച്ചയായും പിന്നെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ അണിയറ പ്രവർത്തകരും അതോടൊപ്പം അനിലേട്ടൻ്റെയും മീരയുടെയും ബാലാജി സാറിൻ്റെയൊക്കെ പോലുള്ള ഒരു പെർഫോമൻസും തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർ എന്ന് പറയുന്നത്, ഈ കഥയുടെ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ജൂലൈ 5-ാം തീയതി നമ്മുടെ പടം തിയേറ്ററിലേക്ക് എത്തുകയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. നമസ്കാരം, എൻ്റെ പേര് മീര നായർ. ഞാൻ കുരുക്ക് എന്ന മൂവിയിൽ അഞ്ജലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പറഞ്ഞ പോലെ ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പം ഒരുപാടൊന്നും റിവീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ വളരെ സിമ്പിളാണ്, അധികം കുരുക്കൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ ആക്ച്വലി ഒരുപാട് ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ്. അതാണ് ഈ മൂവിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഓരോ ക്യാരക്ടേഴ്സിനും ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, ഒരുപാട് ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടേഴ്സ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. അതിന് ഒരു കുഞ്ഞു ക്യാരക്ടർ ആയിക്കോട്ടെ, എത്ര വലിയ ക്യാരക്ടർ ആണെങ്കിലും കുരുക്കിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും ഒരുപാട് ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ്. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക് യു. അടുത്തതായിട്ട് സച്ചു സംസാരിക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇതിനു മുമ്പ് ഒരു 3 പടം
ഇത് 4ാമത്തെ പടമാണ്. അപ്പോൾ ആ ഒരു പടങ്ങളിൽ അഭിനയിച്ചിട്ടും ഫസ്റ്റ് സ്ക്രീനിൽ വരാൻ പോകുന്ന പടം അഭിത്തേട്ടൻ്റെയാണ്. അതിൽ ഒരുപാട് അഭിത്തേട്ടനല്ല സാറിനാണ് വിളിക്കുന്നത്. അപ്പോൾ അഭിസാറിൻ്റെയാണ്. കാരണം അഭിജിത്ത് എനിക്ക് സാറൊന്നുമില്ല. ഓക്കെ, അഭിജിത്തേട്ടൻ ഈ നമ്മുടെ ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ ഒരു സാധനം എഴുതിയുള്ള സിനിമ ഓൺ ചെയ്യണമെന്ന് ഒരുപാട് പേരെടുത്ത് ഇങ്ങനെ പോയായിരുന്നു. പക്ഷേ ആരും അങ്ങോട്ട് അതിന് അത്ര ഇതായില്ല. അപ്പോൾ അങ്ങനെ അഭിജിത്തേട്ടൻ്റെ സ്വപ്നം. അപ്പോൾ ഞാൻ ചേട്ടാ എന്തായാലും പോയി എവിടെയെങ്കിലും ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു അഭിജിത്തേട്ടൻ. അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ക്രൂവിൽ നിന്നുള്ള ഒരാൾ ഒരു ഫിലിം ചെയ്ത് അതിനെ തിയേറ്ററിൽ ജൂലൈ 5-ാം തീയതി എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കതിലൊരു ചെറിയ റോളാണെങ്കിൽ പോലും അഭിജിത്തേട്ടൻ അതിൽ വിളിക്കാൻ കാണിച്ച മനസ്സ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ജൂലൈ 5-ാം തീയതിയാണ്. ക്രൈം ത്രില്ലറാണ്. ഈ സ്റ്റോറി ഏകദേശം എനിക്ക് അഭിജിത്തേട്ടൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞാൽ കൊള്ളാം, നല്ലപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ അഭിജിത്തേട്ടൻ കുറേ സമയം ഇത് ടെൻഷനൊക്കെ ആയിരുന്നു, ഇത്ര ഇത് ഓണാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ മുട്ടും തുറക്കപ്പെടും. അത് നമുക്ക് അങ്ങനെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ജൂലൈ 5-ാം തീയതിയാണ് നമ്മുടെ സിനിമയുടെ റിലീസ്. അപ്പോൾ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്നെപ്പോലെ അതേ കഥാപാത്രം ചെയ്ത ആളാണ് അത്. അനീഷ് അവിടെ നിൽക്കണം പറഞ്ഞില്ല, നാണോ അവന്. അനീഷ് അടുത്ത് നീയാണ് പറയണ്ടേ, ഞാൻ മാറിപ്പോൾ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ ഈ ടൂറുള്ള എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡായിരുന്നു. കാരണം എല്ലാവരും ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ഞാൻ ഇനി നടനാണ് അത് ഇനി യഥാർത്ഥ പോലീസാണോ എന്നുള്ളത് ഡൗട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരാളാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചേട്ടനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി നമ്മളെ ഈ പോലീസ് ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഫ്ലാറ്റിലത്തേക്ക് വേണ്ടിയിട്ട് വന്ന പോലീസാണോ എന്നൊരു വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും നല്ല ഫ്രണ്ട്ലി മൈൻഡായിരുന്നു. അപ്പോൾ എല്ലാവരും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അഭിജിത്തേട്ടാ. അപ്പം അഭിജിത്തേട്ടൻ എൻ്റെ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ എല്ലാ ക്രൂവിനും അപ്പോൾ താങ്ക് യു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ആദ്യമായിട്ട് നമ്മുടെ ക്രൂവിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അഭിജിത്തേട്ടൻ സച്ചി പറഞ്ഞ പോലെ ഒരു 3-4 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ കിടക്കണം. നമ്മൾ പരിചയപ്പെട്ട ഒരു 3 വർഷമായി. 3 വർഷത്തോളം പുള്ളി ഈ ഒരു സിനിമയുടെ കാര്യങ്ങളാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേട്ട് അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലോട്ട് തറച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ക്ലിക്ക് ആവുമെന്നൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ മാക്സിമം സംഭവങ്ങളെല്ലാം ഈ ഒരു ഫിലിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നല്ല സിനിമകൾ വരണം എന്നുള്ളത് നമ്മുടെ മലയാള സിനിമയുടെ ആവശ്യമായതുകൊണ്ട് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നമ്മുടെ DOP ആണ്. ചെയ്തിരിക്കുക സാൻഡാണ് പറഞ്ഞതുപോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഞാനാണ്. എൻ്റെ 4ാമത്തെ പടം ഇത്. പക്ഷേ തിയേറ്ററിൽ വരുന്ന എൻ്റെ ഫസ്റ്റ് പടം ഇത്. പിന്നെ എന്നെ വിശ്വസിച്ച് DOP ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നത് അഭിജിത്തേട്ടനാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം എന്നെ ട്രസ്റ്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമാറ്റോഗ്രാഫി ഏറ്റവും വേണ്ടപ്പെട്ടതും ഏറ്റവും നിർണായകവുമായ ഒരു സംഭവമാണ്. അത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച അഭിജിത്തേട്ടനും ടീമിനും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത ഒരു ഫാമിലി ആയിട്ട് ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ആണോ എന്ന് പറഞ്ഞത് നിൽക്കാതെ എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത ഈ കുരുക്കെന്ന് പറയുന്ന ഫുൾ ഫാമിലിക്കും എൻ്റെ വളരെയധികം നന്ദിയുണ്ട്. പിന്നെ എനിക്ക് റെജിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഷൂട്ട് തുടങ്ങിയ സമയത്ത് പനിച്ചു കയറി കിടക്കുകയാണ് അവൻ. ഞാൻ ചേട്ടാ അവൻ ചെയ്ത സാധനം അത്രയും കമ്മിറ്റ് ചെയ്തിട്ടാണ് അവൻ അവിടെ നിന്ന് പോയത് തന്നെ. പക്ഷെ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവരുടെ ഡെഡിക്കേഷൻ അത് പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു റജി. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ദീക്ഷയുടെ സൈഡിലേക്ക് ഒന്ന് വരണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദീക്ഷ എന്നാണ്. ഞാനിതിലൊരു സോങ് പടത്തിൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അഭിജിത്തേട്ടൻ ഈ പടം തന്നതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. സോ എനിക്ക് വർഷങ്ങളായിട്ട് അഭിജിത്തേട്ടനെ അറിയാം. ഒരു ഏകദേശം ഒരു 10 വർഷം കൊണ്ട് അഭിജിത്തേട്ടനെ നന്നായിട്ട് അറിയാം. ആ സമയം തൊട്ടും ചേട്ടൻ്റെ സ്ട്രഗിളിനെ പറ്റിയും കൂടെ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന നമ്മുടെ ടീം സർക്കിളിലുള്ള ഒരാളാണ്. അപ്പോൾ എത്രത്തോളം സ്ട്രഗിൾ എടുത്താണ് അഭിജിത്തേട്ടൻ ഈ പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് അടിപൊളിയാവട്ടെ, സക്സസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. പിന്നെ ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീം ക്രൂ ഒരുപാട് പേര് ഇതിൽ സംസാരിച്ച അനീഷ് ആയിരുന്നാലും സച്ചു ആയിരുന്നാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മുടെ ടീം സർക്കിൾ അഭിജിത്തേട്ടനെ ഉൾപ്പെടുത്തിയതിൽ തന്നെ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ അനിലേട്ടൻ്റെ ആക്ടിങ് ഞാൻ 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് അനിലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അനിലേട്ടൻ്റെ ഫസ്റ്റ് പടമല്ലേ, രണ്ടാമത്തെ പടം. സോ അപ്പോൾ എല്ലാവരും പുള്ളിക്കാരനും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടെൻഷൻ്റെ പുറത്ത് സംഭവിച്ചതാണ്.
എന്നെപ്പോലൊരു പുതിയ സംവിധായകന് ഈ പറഞ്ഞ പോലെ സിനിമ ചെയ്യാൻ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വരേണ്ട ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഓരോരുത്തർ ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ എന്നെ വിശ്വസിച്ച് ഈ പറഞ്ഞ എൻ്റെ സബ്ജക്റ്റിനെ വിശ്വസിച്ച് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഷാജി പുള്ളിയുടെ സ്വദേശം കാട്ടാക്കടയാണ്. അപ്പം പുള്ളിയാണ് നമ്മുടെ കുരുക്ക് സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പം ഷാജിച്ചേട്ടന് എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിച്ചുകൊള്ളുന്നതാണ്. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. താങ്ക് യു. ജൂലൈ 5-ാം തീയതിയാണ് നമ്മുടെ സിനിമ റിലീസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. സിനിമയുടെ കണ്ടന്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിൽ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് മേക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മലയാള സിനിമ പൊക്കോണ്ടിരിക്കുന്നത് കണ്ടന്റ് ബേസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അറിവ്. കാര്യം ഒരു കാസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു 2-3 ദിവസത്തേക്ക് ഒരു ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് അത് ഗുണം ചെയ്യുമെങ്കിലും കണ്ടന്റ് ബേസ് ചെയ്ത് മാത്രമാണ് സിനിമകൾ ഇപ്പോൾ ഓടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. സോ നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് സമ്പന്നരാണ്. നമ്മൾ അതിൽ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ കണ്ടന്റ് ബേസ്ഡ്. അപ്പോൾ സോ ആ കണ്ടന്റിനെ വിശ്വസിച്ച് നിങ്ങൾ തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുന്നത് വലിയ താരങ്ങൾ വെച്ചിട്ടാണ് എല്ലാവരും ആലോചിക്കും പോലെ ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 3-4 വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റുമായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് നടക്കുവാണ്. അപ്പം വലിയ താരങ്ങളെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുഞ്ഞു താരങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഞാൻ മമ്മൂക്കയുടെ മാനേജറായിട്ടുള്ള ജോർജ് ഏട്ടനെ കാണാനായിട്ട് സാധിച്ചു. ജോർജ് ഏട്ടൻ സബ്ജക്റ്റ് സംസാരിച്ചു. അപ്പോൾ ആ ഒരു കോവിഡ് ടൈമിലായിരുന്നു ആ ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. പുള്ളിയുടെ ഒരുപാട് പടങ്ങൾ നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന ടൈമും അതുപോലെ ചെയ്യുന്നതിന് കുറച്ച് കാലതാമസം വരികയും അത്രയും വലിയൊരു ഫണ്ടേഴ്സിനെ എനിക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തായിരുന്നു ആക്ച്വലി. അപ്പോഴും ഈ പറഞ്ഞ വിശ്വസനീയത വലിയ കുറവായിരുന്നു ഈ പറയുമ്പോൾ. ഇപ്പോൾ ഈ സ്റ്റേജിൽ പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നത് ഞാൻ അത്രയും ഷുവറായിട്ട് ഞാൻ പുള്ളിയെ പോയി കണ്ടതുകൊണ്ടാണ്. അപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു വേദിയിൽ അത് പറയാൻ പറ്റും. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് വലിയൊരു വിഷമമായിട്ട് എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉണ്ണി മുകുന്ദൻ അതുപോലെ അമിത് ചക്കാലക്കൽ അങ്ങനെ വരുന്ന ആർട്ടിസ്റ്റുകളെ മെയിൻ ലീഡ് ആർട്ടിസ്റ്റുകളെ കണ്ടു. അപ്പം പല രീതിയിൽ ബഡ്ജറ്റിൻ്റെയും അതുപോലെ സമയത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് മാറിപ്പോയത്. പക്ഷേ എനിക്കൊരു ടൈം ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അത്ര സേഫായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒന്നുകിൽ സിനിമയിൽ നിൽക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു ജോലി തേടി പോവുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു ടൈം പീരീഡ് വന്നിട്ടുണ്ടായിരുന്നു ഫാമിലിയിൽ നിന്ന്. ഇന്ന ടൈമിനകത്ത് നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി ദുബായിലാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞ് അങ്ങോട്ട് കയറി വരിക, അവിടെ നിന്നിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് സുഖമായിട്ട് നമുക്ക് സിനിമ ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും നാളുകൊണ്ട് നേടിയെടുത്ത ആ കോണ്ടാക്ട്സ് എല്ലാം ആ ഒരു ടൈമിലൂടെ നഷ്ടപ്പെടുത്തി. മിക്ക ആൾക്കാരും സിനിമയിൽ ഇല്ലാതെ വരും. അപ്പം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ശ്രീരാജ് ഇപ്പോൾ ഈ പറഞ്ഞ ഇതുപോലെ നമ്മളെ കാര്യങ്ങളായിട്ട് നടന്നതായിരുന്നു. പക്ഷേ ഫാമിലി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെ പല ആൾക്കാരും ചിലപ്പോൾ ഫീൽഡിൽ ഇനി അങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവുകയും എന്തോ ഭാഗ്യത്തിലാണ് ഞാൻ ഈ പറയുമ്പോൾ അതിനുവേണ്ടി അവസാന നിമിഷം ട്രൈ ചെയ്തു. എൻ്റെ ആ ഒരു ടൈം പീരീഡ് തീരാൻ 1 മാസമുള്ള സമയത്താണ് എൻ്റെ ഈ പ്രോജക്റ്റ് ഓണായി കിട്ടിയത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ പറയാൻ പറ്റി, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അവരും ഭയങ്കര ഹാപ്പിയാണ്. ഇതാണ് ചേട്ടാ എനിക്ക് പറയാനുള്ളത്. ചേട്ടാ ബഡ്ജറ്റ് എക്സാക്റ്റ് നമ്മുടെ പ്രൊഡ്യൂസറിൽ നിന്ന് എടുക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഒരു 1 CR ഉള്ളിൽ നിൽക്കുന്ന പ്രോജക്റ്റായിരുന്നു നമ്മുടെ സിനിമയ്ക്ക് എന്ന് ഞാൻ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുകയും ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നമ്മുടെ അനിലേട്ടനെ ഞാനൊരു ആഡ് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടതാണ്. ഒരു കേരള ബാങ്കിൽ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അനിലേട്ടനെ പരിചയപ്പെടുകയും ഞാൻ അപ്പോൾ തന്നെ ആളെ നോട്ടീസ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ ഡിസ്കഷൻ വരുന്ന സമയത്ത് ഞാനായിട്ട് പ്രൊഡ്യൂസർക്ക് പറയുമായിരുന്നു, ചേട്ടാ ഇങ്ങനെ ഒരാളുണ്ട്, ഞാൻ വിളിച്ചു നോക്കാം, എനിക്ക് തിരക്കായിരിക്കും, ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് അനിലേട്ടനെ വിളിക്കുക. അനിലേട്ടനെ കേട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നായകൻ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നായകൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞില്ല. സിനോപ്സിസ് അയച്ചു കൊടുത്തു. സിനോപ്സിസ് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചിട്ട് പുള്ളി അന്ന് തന്നെ തിരിച്ച് വിളിക്കുകയും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനമാണ് ചേട്ടാ, ഇന്ന ക്യാരക്ടറാണ് ഉദ്ദേശിക്കുന്നത്, ആ ലീഡാണോ എന്നുള്ള രീതിയിൽ പുള്ളി ചോദിക്കുകയും ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ക്രൂ ആയിട്ട് ചേട്ടനെ മീറ്റ് ചെയ്യാനായിട്ട്. വേണ്ട, നിങ്ങൾ അവിടെ നിന്നോട്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി തിരുവനന്തപുരത്തേക്ക് വരികയും ഈ സ്ക്രിപ്റ്റേക്ക് പൂർണ്ണമായിട്ട് വായിക്കുകയും നമ്മുടെ സ്കീമായിട്ടിരിക്കുകയും ആ സമയത്ത് ഞാൻ നമ്മുടെ ചായച്ചേട്ടൻ പറഞ്ഞ ആൾക്ക് ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത്രയും ഉറപ്പ് കൊടുത്തതിൻ്റെ പേരിൽ പുള്ളി വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ കാസ്റ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ എനിക്കൊന്ന് പുള്ളിയുടെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു പ്രോജക്റ്റും ഒരു 10-15 ദിവസത്തിനകത്ത് ഓണായ ഒരു ചരിത്രമില്ല. പുള്ളി വരുന്നു, പ്രോജക്റ്റിലേക്ക് കയറുന്നു, ഷൂട്ട് കഴിയുന്നു, എല്ലാ പരിപാടിയും കഴിയുന്നു. ആ രീതിയിൽ സത്യം പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു എന്നെപ്പോലെ തന്നെ അനിലേട്ടൻ ഒരു ഭാഗ്യമായിട്ട് മാറിയത് സത്യം.
ഞാൻ ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 3 സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിൽ 2 ഇൻവെസ്റ്റിഗേഷൻ ഫിലിമായിരുന്നു, ഒന്നൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിനിമകൾ കണ്ടുവരുന്ന സമയത്ത് ഈ 5-ാം പാതിര, അതുപോലെ ദുർബലങ്ങൾ 16 ഇതൊക്കെയാണ് നമ്മൾ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ മേക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ ഞാൻ ഏകദേശം 20ഓളം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും അതുപോലെ എൻ്റെ അടുത്ത് പ്രേക്ഷകരുടെ പ്രതികരണം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു സീരീസിനായിരുന്നു. സോ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് തന്നു. കാര്യം ത്രില്ലർ പാറ്റേണുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നും അതുപോലെ അതിന് കൂടുതൽ പ്രേക്ഷക പിന്തുണ ഉണ്ടാവുമെന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായി. സോ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. സിനിമയുടെ ബഡ്ജറ്റ് കൂടുമ്പോൾ സാധാരണ എല്ലാവർക്കും സിനിമയുടെ ഒരു മോഹമുണ്ടല്ലോ. മോഹമുള്ളവർക്ക് സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ സിനിമയ്ക്ക് പൊതുവെ ബഡ്ജറ്റ് ഒരുപാട് കൂടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബഡ്ജറ്റ് കൂടുന്നതും കുറവുന്നതും സിനിമയുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും. അതായത് ഒരു ആർട്ട് ഫിലിമോ അല്ലെങ്കിൽ അതുപോലെ ഫീൽ ഗുഡ് ഫിലിമോ ഒരാളെ വെച്ച് നമുക്കൊരു സിനിമ ചെയ്യാം. ഈ ഒറ്റ സെരുപ്പ് എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. അതിൽ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണുള്ളത് ക്യാമറയുടെ മുന്നിലായിട്ട്. അപ്പോൾ അതിന് അത്രത്തോളം ബഡ്ജറ്റ് വരുന്നില്ല, ഒറ്റ ലൊക്കേഷനാണ്. നമുക്ക് അങ്ങനെ സിനിമ എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ചെയ്തത് ഏകദേശം 200-250 പേര് അറ്റ് എ ടൈം വന്ന് വർക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. അപ്പം നമ്മളുടെ ബഡ്ജറ്റ് എന്നത് വളരെ കുറവാണ്. പക്ഷേ ഈ പറഞ്ഞ ഫ്രണ്ട് സർക്കിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റി. പക്ഷേ പൊതുവെ നോക്കുന്ന സമയത്ത് ഒരു താരത്തിന് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് ബഡ്ജറ്റ് കൂടുതലുകൊണ്ടാണ്. കാര്യം ഓരോ താരങ്ങളും ബേസ് തന്നെ ചോദിക്കുന്നത് 1 CR 2 CR ആ രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും താരങ്ങളാണ്. അപ്പോൾ അതിൽ മാർക്കറ്റ് വാല്യൂ ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ OTT ആണെങ്കിലും തിയേറ്റർ ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആരാണ് സ്റ്റാർ, സിനിമ അല്ല ചോദിക്കുന്നത്, ആരാണ് താരം, നമ്മുടെ സിനിമയ്ക്കകത്ത് ആരാണ് നിങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്, ഇന്ന ആളാണോ, ഇന്ന ആൾക്ക് എന്താണ് വാല്യൂ എന്നാണ് ഇതിനകത്ത് ഓപ്പണായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്റർവ്യൂ സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ന താരത്തിന് വെച്ച് ചെയ്താൽ എന്താണ് കാര്യം. എൻ്റെ സിനിമ ഞാൻ ഇത് വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് പുള്ളിയെ കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ഇന്ന സിനിമ ഇത് പുള്ളി വെച്ച് ചെയ്യും. എനിക്ക് അമിതാഭ് ബച്ചനെ നമ്മുടെ പ്രസ് മീറ്റിലേക്ക് വിളിക്കാനും പറ്റില്ല. അപ്പം ആ രീതിയിലായിരുന്നു പ്രതികരണം ഉണ്ടായിരുന്നത്. അത് സ്വാഭാവികമാണ്. അവർക്കും റേറ്റിങ്ങും കാര്യങ്ങളായിരിക്കും അവരുടെ വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെൻ്റെ 3ാമത്തെ നായകനായ സിനിമയാണ്. ആദ്യത്തെ സിനിമ പപ്പ എന്നുള്ള സിനിമയായിരുന്നു. അത് പൂർണ്ണമായി ന്യൂസിലാൻഡിൽ ചിത്രീകരിച്ച ഒരു ഫാമിലി ഡ്രാമയായിരുന്നു. അത് കഴിഞ്ഞ വർഷം ഇവിടെ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. വളരെ കുറച്ച് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നായകവേഷം ചെയ്ത അതേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്കൽ മൂവിയിലായിരുന്നു. അത് റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ കൊമേഴ്സ്യലി റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു കൊമേഴ്സ്യൽ ഫ്ലിക്ക് എന്ന് പറയുന്നത് കുരുക്കാണ്. അപ്പോൾ എന്ത് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ അഭിജിത്തിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നെ നായകനായിട്ടാണ് വിളിക്കുന്നത്. ഒരു ദിവസം രാവിലെ എനിക്കൊരു വോയിസ് മെസ്സേജ് വരാണ്, വേണ്ട ഏതാണ് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 1-2 സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് വേഷങ്ങൾ തന്നെയാണ്. ഷാജുൻ കരീം സാറിൻ്റെ മൃദുഭാവയുടെ നിർത്തി, രാജ്ബി ഷെട്ടി അഭിനയിച്ച രുദ്രം, അതിലൊക്കെ പോലീസ് വേഷങ്ങൾ തന്നെയാണ്. അപ്പോൾ അഭിജിത്തിനോട് ചോദിച്ചു ഇനി പോലീസ് വേഷം കിട്ടിയാൽ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചോയ്സ് എടുക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റേജല്ല. എനിക്ക് കിട്ടുന്ന ചാൻസ് എല്ലാം കയറി അഭിനയിച്ച് ഞാൻ എസ്റ്റാബ്ലിഷ് ആവേണ്ട ഒരു അപ്കമിങ് സ്റ്റേജിലാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നതെല്ലാം ചെയ്തേ പറ്റും. അപ്പോൾ അഭിജിത്തിനോട് പറഞ്ഞ് ഞാനൊരു സിനോപ്സിസ് അയച്ചു തരാൻ കേട്ടോ. 14 പേജുകൾ. എനിക്ക് 14 പേജുള്ള സിനോപ്സിസ് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. 4-5 പേജ് മാക്സിമം. ആ സിനോപ്സിസ് ഞാൻ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കും. അപ്പോൾ അതിനകത്ത് എന്നെ ഹുക്ക് ചെയ്തിരുന്നത് CI സാജൻ ഫിലിപ്പ് എന്നുള്ള മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ ഞാനാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അഭിജിത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു സിനോപ്സിസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അത് നല്ല സ്റ്റാർട്ട് മിഡ് എൻഡ് അതിനകത്തൊരു ടോട്ടൽ സ്റ്റോറി എനിക്ക് കൃത്യമായിട്ട് കിട്ടി, ഏതാണ് ക്യാരക്ടർ എന്ന് ചോദിച്ചു. അപ്പോൾ അഭിജിത്ത് പറഞ്ഞു ഒരു ചെറിയ ക്യാരക്ടറാണ് ചെയ്യുമെന്ന് ചോദിച്ചു. ചെറുതോ വലുതോ ക്യാരക്ടറിൻ്റെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ അഭിജിത്ത് പറഞ്ഞു CI സാജൻ ഫിലിപ്പാണ്. അവിടെയാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റും. അപ്പോൾ പ്രൊഡ്യൂസറും മറ്റുള്ളവരും കൂടി അടുത്ത ആഴ്ച എറണാകുളത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ വീട് ചാലക്കുടിയാണ്. അപ്പോൾ അവിടെ വെച്ച് വായിക്കാൻ തോന്നും. അപ്പോൾ എൻ്റെ ചിന്ത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ആകുമ്പോഴേക്കും ചിലപ്പോൾ ഞാനിതിൽ നിന്ന് മാറി. കാരണം സിനിമയാണ്, പല ചർച്ചകൾ നടക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതെനിക്ക് വിട്ട് കളയാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയാനത് വിടാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തോട് പറയാൻ ഞാൻ ഇന്ന് വരണമെങ്കിൽ ഇന്ന് ഞാൻ അങ്ങോട്ട് കയറി വരാം. അന്ന് രാത്രി ഞാൻ കയറി പിറ്റേ ദിവസം രാവിലെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻസിലേക്ക് പോകണം. അപ്പോൾ എന്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെയുള്ള ഒരു ആക്ടറുടെ, ഒരു അപ്കമിങ് ആക്ടറുടെ, എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത ഒരു ആക്ടർക്ക് കിട്ടാവുന്ന ഒരു ജാക്ക് പോട്ട് തന്നെയാണ്. കാരണം ഒരു പോലീസ് സ്റ്റോറിയിൽ ഒരു പോലീസ് ലീഡ് റോൾ ചെയ്യുക എന്നുള്ളത് ഈ സ്ക്രിപ്റ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അത് വളരെ ക്ലാരിറ്റിയോടുകൂടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അഭിജിത്തിനോട് ചെയ്യുന്നതെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ ഇതിൽ വർക്ക് ചെയ്തിരുന്ന ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഹാസ് അശോകൻ, അദ്ദേഹം ഒത്തിരി എല്ലാ സൂപ്പർ സ്റ്റാറുകളിലും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കൃഷി സാധ്യത സൊസൈറ്റിയിൽ വർക്ക് ചെയ്തിരുന്നതാണ്.
അവർ തന്നിട്ടുള്ള സ്പേസ്, ഫ്രീഡം, കംഫർട്ട് ഒക്കെ നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ കൺവിൻസിങ് അല്ലാതെ ഒരു സീൻ പോലും മുന്നിൽ പോയിട്ടില്ല. അതുപോലെ റിജിൻ സാൻഡോ സ്റ്റെയർ കേസ് കയറുന്നത് ഞാനും എൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ശ്രീജിത്തും ഞങ്ങൾ പാരലായിട്ട് നടന്നു പോകുമ്പോൾ റിജിൻ ബാക്ക്വേഡ്സ് ഇങ്ങനെ പോവാം ക്യാമറ വിളിച്ചിട്ട്. അതെന്തോ നമുക്ക് ആകെ ഒരു 7:45 നമ്മളെ ഷോട്ട് തുടങ്ങുന്നത്, 9:30 ആകുമ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കണമല്ലോ. ഏകദേശം ഒരു 1.5 മിനിറ്റിലധികം ഉണ്ട് അല്ലേ ആ ഷോട്ട്. അത് ഫസ്റ്റ് ഷോട്ട് തന്നെ നമുക്ക് ഓക്കെ ആവും, ഫസ്റ്റ് ടേക്ക്. കാരണം നമ്മളെല്ലാവരും ബൈഹാർട്ടായിരുന്നു ഡയലോഗ്സ്. നോർമലി ഞാൻ പ്രോംപ്റ്റിങ് ഡയറക്ടർ തീരുമാനിച്ചതിന് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം എടുത്ത ഒരു ആ റിസ്ക്കാണ് ഞങ്ങളുടെ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞങ്ങളതിന് മാക്സിമം ഞങ്ങളുടെ എഫേർട്ട് ഞങ്ങളെല്ലാവരും ഓൾ ടീം മെമ്പേഴ്സ്, കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും അവരവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയോട് നീതി പുലർത്തിയിട്ടുണ്ട്, മാക്സിമം ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് ഈ ക്യാരക്ടർ കിട്ടിയപ്പോൾ എന്ത് തോന്നിയെന്ന് ചോദിച്ചാൽ എൻ്റെ കരിയറിൻ്റെ ചിലപ്പോൾ ഒരു ന്യൂ ഫേസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഞാനിതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ ഷെയർ ചെയ്തിരുന്നത് ന്യൂ ഫേസ് ഓഫ് മൈ ഡ്രീംസ് എന്ന് പറയും. അപ്പോൾ അതിനെ ഞാൻ വിശ്വസിക്കുന്നു. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എനിക്ക് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, നിങ്ങളൊരു മുൻവിധിയോടെ സിനിമയെ കാണുന്നത്. കാരണം നേരത്തെ ബാലചേട്ടൻ പറഞ്ഞതുപോലെ ഒരു സിനിമ വലുതോ ചെറുതോ ആവുന്നത് അല്ലെങ്കിൽ നല്ലതോ ചീത്തയാവുന്നത് പ്രേക്ഷകരെ കണ്ടു കഴിയുന്നു. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ നിങ്ങളെ തിയേറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്ന മുഖങ്ങളിലായിരിക്കാം ഇതിൻ്റെ പോസ്റ്റർ. പക്ഷേ നിങ്ങളെ സംതൃപ്തിപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, ക്രാഫ്റ്റ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിലൊന്ന് പടങ്ങുക. ഈ കുരുക്ക് പേര് സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് വളരെയധികം ഡീറ്റെയിലേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന പോലെ ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പുള്ളി ഓരോ രീതിയിൽ കുരുക്കഴിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അഴിക്കുന്ന കുരുക്ക് മുറുകിയാണ് നമ്മുടെ സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു കുരുക്കഴിച്ച് അടുത്തിലേക്ക് പോകുന്ന സമയത്ത് പേര് തന്നെയാണോ സജസ്റ്റ് ചെയ്തത്? അല്ല. ഞാൻ ഇപ്പം മമ്മൂക്കയായിട്ട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഇത് ഒരു 1 ഡേയിൽ നടക്കുന്ന ഒരു മെയിൻ ഒരു ദിവസം നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ആക്ച്വലി. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഉള്ളൊരു പേരായിരുന്നു ഞാൻ ഫസ്റ്റ് എടുത്തത്. പിന്നെ ആ പേര് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ മമ്മൂക്കയെ ബേസ് ചെയ്ത് എഴുതിയത് മമ്മൂക്കയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേരായിരുന്നു, ഒരു നമ്പറായിരുന്നു ആക്ച്വലി. അപ്പോൾ ആ നമ്പർ ബേസ് ചെയ്തിട്ടായിരുന്നു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ നമ്മൾ കുറച്ച് ടീംസ് ചേർന്നിട്ട് അതിൻ്റെ പേരിന് വേണ്ടിയിട്ട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പേരിൻ്റെ അകത്ത് ഫസ്റ്റ് ടൈം തന്നെ കുരുക്ക് വന്ന് പോയി. ഈ പറഞ്ഞ ഇത്രയും കുരുക്കും കാര്യങ്ങളും കിടക്കുന്നതുകൊണ്ട് ഫൈനലി നമ്മൾ അതിലേക്ക് തന്നെ എത്തുമായിരുന്നു. പക്ഷേ അതിന് ഈ പറഞ്ഞ പല സൈഡിൽ നിന്നും നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ക്യാച്ചി ആയിട്ടുള്ള ഒരു പേരാണ് നമുക്ക് സിനിമ കിട്ടിയത്. ഒരു വാക്കിൽ തന്നെ എല്ലാവർക്കും അറിയുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ഈ രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ട് പോയി. ഒരാൾ ചോദിക്കാം. ആദ്യം സ്ക്രിപ്റ്റ് കൊണ്ട് മമ്മൂക്കാരുടെ അടുത്ത് പോയി എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ബാലാജിയാണ് ഈ സിനിമയിലുണ്ട്. ബാലാജിയാണ് അഭിനയിച്ച സിനിമകൾ എനിക്ക് 50 കോടിക്ക് മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയുടെ ഐശ്വര്യമായിട്ടാണ് ബാലാജി ശർമ്മയെ മലയാള സിനിമ കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ 50 കോടി കയറും എന്നൊരു പ്രതീക്ഷയിലാണോ പുള്ളി കാസ്റ്റ് ചെയ്തത്? സത്യം പറഞ്ഞാൽ അത് ബാലാജി ചേട്ടൻ പറയുന്നത്. ഇത് എന്തെങ്കിലും അറിയാമോ, ഈ പടത്തിന്റെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ 50 കോടി തീരുമാനിക്കുന്നത്. ഇത് മൊത്തം ഈ പടത്തിന് ബഡ്ജറ്റ് അത്ര ആയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതനുസരിച്ചുള്ള ഒരു പ്രൊപ്പോർഷൻ ഇട്ട് പിടിക്കുക. അതിൽ നല്ല വിജിത്തായി. എന്തായാലും അങ്ങനെയൊന്നുമില്ല, ഇതെല്ലാം ഭാഗ്യം. ആ സമയത്ത് എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു ന്യൂസ് വരുന്ന സമയത്ത് കുറച്ച് പടങ്ങളിൽ 50 കോടിയിൽ കൂടി, ഇപ്പൊ 50 അല്ല 200 കോടിയൊക്കെ കഴിഞ്ഞു. ഇതതിനും കൂടുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. വളരെ സന്തോഷമുള്ള, അങ്ങനെ കൂടട്ടെ, വളരെ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സിനിമയിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ അതിടപെട്ട് ഒരുപാട് സിനിമയെ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ചോദ്യം അവിടെ മിസ്സായിപ്പോയി. 2014 ടൈമിലാണ് ഈ പറഞ്ഞ സിനിമയിലേക്ക് ഒരു ആഗ്രഹം തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം വിളിക്കുന്നത് നമ്മുടെ ശ്രീരാജിനെയാണ്. ശ്രീരാജിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ഷോർട്ട് ഫിലിം ഞാനിങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എനിക്കത് എഡിറ്റ് ചെയ്ത് ഷൂട്ടെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എഡിറ്ററിനെ ഫിക്സ് ചെയ്തിട്ടില്ല. പഠിച്ചു വരുന്ന സ്റ്റേജാണ് ആ ടൈമിൽ. അപ്പോൾ ഞാനും ശ്രീരാജും ഏകദേശം +1 +2 ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീരാജ് ആ സമയത്ത് എഡിറ്റിംഗ് ഫീൽഡിലുണ്ട്. അപ്പോൾ ഞാനങ്ങനെ വിളിച്ച് സംസാരിക്കുകയും ആ രീതിയിലാണ് നമ്മൾ സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത്. 4 വർഷത്തോളം വിജയൻ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്ത് തൊട്ടടുത്ത ലെവലിലേക്ക് പോകാൻ ഒരു സാധ്യതയായി. ആ സമയത്ത് ഞാൻ സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു.
സോ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് നമ്മുടെ RS വിമൽ എന്നതിൻ്റെ മുഴുവൻ ചെയ്ത RS വിമൽ സാറിനെ അപ്രോച്ച് ചെയ്തു. സാറിന് സ്ക്രിപ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ചെന്ന സമയം കറക്റ്റായിരുന്നു തോന്നുന്നു. പുള്ളി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടൊരു സിനിമ ഓണാക്കാൻ നിൽക്കുമായിരുന്നു. സോ ആ സിനിമയിലേക്ക് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ സിനിമയിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ എനിക്കത് പൂർണ്ണമായിട്ടും കൂടെ നിന്ന് പഠിക്കാൻ പറ്റുന്നത്. എൻ്റെ സ്റ്റേജ് വരെ എൻ്റെ സിനിമ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആ സിനിമയിലും കൂടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ദീപു സാറിൻ്റെ കൂടെ ആഡ് ഫിലിം ചെയ്തു. ദീപു കർണാകരൻ്റെ ക്രേസ് ഏകദേശം ഒരു 8 വർഷം ഈ പറഞ്ഞ പല മേഖലയിലായിട്ട് വർക്ക് ചെയ്തു. ഫൈനലി ഈ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടെത്തി നമ്മുടെ ഈ സിനിമയിലേക്ക് എത്തുകയും ചെയ്തു. സിനിമയിലെത്തിയത് ഞങ്ങളുടെ ഡയറക്ഷൻ ടീമിലുള്ള സുഹാസേട്ടനും അനൂപേട്ടനും ഒക്കെ വഴിയാണ് ഞാൻ സിനിമയിലെത്തുന്നത്. ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ ഫുൾ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തത്. അതുകൊണ്ട് ഞാനും എത്തിയത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. എന്നോട് സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസത്തിൽ ഞാൻ ജോയിൻ ചെയ്യായിരുന്നു. അപ്പം അത്രയും പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ നടന്നത്. പിന്നെ ചോദിച്ചത് എക്സ്പീരിയൻസ് ട്രിവാൻഡ്രം. അത് ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ എല്ലാവരും പറഞ്ഞു 12 പറഞ്ഞ് 11 ദിവസം കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. മലേഷ്യനെ ഞാൻ 2 ദിവസം മുന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് ഈ പറഞ്ഞ പ്രൊഡ്യൂസർ പുതിയ ആളാണ്. അത് പുള്ളി അറേഞ്ച് ചെയ്ത ഫണ്ട് എന്ന് പറയുന്നത് പുള്ളിക്ക് കുറച്ച് സമയം മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് കൂടുതൽ ടൈം ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം നമ്മൾ ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് തന്നെ പുള്ളി എൻ്റെ അടുത്ത് മെയ് 11-ാം തീയതി നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ടൈമിലേക്ക് ഈ പറഞ്ഞ ബാക്കി എല്ലാ ആൾക്കാരെയും ഞാൻ എത്തിച്ചേർക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ. അതും അതിൻ്റെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഈ സ്ക്രിപ്റ്റ് അല്ലായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസറായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇന്ദ്രൻ ചേട്ടനെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അതായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിരുന്നു പുള്ളി വില്ലിംഗ് ആയിട്ടുണ്ടായിരുന്നത്. അത് വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ സഡൻ ആയതുകൊണ്ട് തന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ ഡേറ്റ് കാര്യങ്ങൾ ഇഷ്യൂസ് വന്നു. സോ ഇന്ദ്രൻ ചേട്ടന് 6 മാസം ടൈം വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ ടൈമിൽ ഞാൻ പ്രൊഡ്യൂസറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇറങ്ങി വന്നു. ഈ സമയത്തിനകത്ത് ഒരു പ്രോജക്റ്റ് ഓണാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ മുന്നോട്ട് പോകും എന്നെനിക്ക് പറഞ്ഞു. ആ ബഡ്ജറ്റിൽ നിന്ന് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മളുടെ ഈ പ്രോജക്റ്റ്. അതായത് ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു 5-6 കാസ്റ്റും 3-4 ലൊക്കേഷൻസും മാത്രമല്ല ഈ പറയുന്ന പോലെ ബഡ്ജറ്റ് എവിടെ കുറയ്ക്കാം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ആ പ്രോജക്റ്റിൽ നിന്ന് അതിൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രോജക്റ്റായിട്ട് മാറിയിരുന്ന ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള വേരിയേഷൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ എത്രയും പെട്ടെന്ന് ഓണാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ഭാഗ്യത്തിന് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം പെട്ടെന്ന് ആ സമയത്ത് ഇപ്പം വിളിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഷൂട്ടിങ്ങിൻ്റെ ഗ്യാപ്പിലായതുകൊണ്ട് നമ്മുടെ സിനിമയിൽ എത്തിച്ചേരാനും അഭിനയിക്കാനും പറ്റും. ഈ നായകനെ ഷൈൻ ടോം ചാക്കോൻ്റെ കട്ടുണ്ട് നിങ്ങളെ മനസ്സിലെങ്ങനെ തോന്നിയോ അതോ താങ്കൾ എങ്ങനെ തോന്നിയോ? ബന്ധുവാണോ? തീർച്ചയായിട്ടും അത് പുള്ളി വെച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ അകത്ത് പുള്ളി ഒരു ദിവസം ഇറങ്ങി വരുന്ന സമയത്ത് പുള്ളി ഇറങ്ങി വരുന്ന സ്റ്റൈൽ കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നി ഷൈൻ ടോം ചാക്കോ വരുന്നതായിട്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ പറയുകയും ചെയ്തു. ഈ പറഞ്ഞ പോലെ കളിയാക്കി പറയുന്നതായിട്ട് ഫീൽ ചെയ്തത് നമ്മൾ ഇന്റർവ്യൂസൊക്കെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ പുള്ളി ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഫോൺ എടുത്തറിയാം ഈ സാധനമൊക്കെ ഉണ്ടല്ലോ. ഈ പരിപാടി സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളിയെ കൊണ്ട് ചെയ്യിച്ചു. അവിടെ കാരണം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കി ആ സാധനം പിടിക്കാം. നമുക്ക് ഇന്റർവ്യൂ വരുന്ന സമയത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിടിച്ചു പോകാം. അപ്പോൾ നമുക്ക് കുറച്ച് ഈ പറഞ്ഞ കിട്ടും, റീച്ച് കിട്ടും എന്നുള്ള രീതിയിൽ സത്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ സാജൻ ഫിലിപ്പായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ആളാണ് പുള്ളി. പുള്ളിയതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, അഭിനയത്തിലും അതിൻ്റെതായിട്ടുള്ള ശൈലിയുണ്ട്. ബാക്കി പുള്ളി സംസാരിക്കും. ചേട്ടൻ ചോദിച്ചത് വളരെ ശരിയാണ്. കാരണം ഇന്നലെ കൂടെ എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ വേറെ സ്ഥലത്ത് വന്നപ്പോൾ ഷൈനാണെന്ന് വിചാരിച്ചു. ഞാനും ഷൈൻ ടോമും ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. 6-ാം തിരുകൽപ്പന എന്നുള്ള ഷൈനും നിത്യമേനോനും ലീഡ് ചെയ്യുന്ന സിനിമയിൽ ഷൈൻ CI ആയിട്ടും ഞാൻ SI ആയിട്ടും ഏകദേശം ഒരു 18ഓളം സീനുകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിന് കഴിഞ്ഞ വർഷം ഞാൻ പപ്പ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത് ഒരു റിസോർട്ടിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ ആ റിസോർട്ടിൻ്റെ ലോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നാട്ടുകാർ റിസോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ പുറത്ത് നിന്നിട്ട് ഷൈൻ ഷൈൻ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ആരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതേ ചേട്ടനെ കാണാൻ വേണ്ടി വന്നേക്കാന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമുണ്ട്. അതേസമയം എനിക്കത് പേഴ്സണലി എനിക്കത് ഇഷ്ടമല്ല. കാരണം ഞാനത് ഐഡൻറ്റിറ്റി ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം, എൻ്റേതായിട്ടുള്ള ശൈലിയിൽ അഭിനയിക്കണം. കാരണം ഞാൻ ഒരുമിച്ച് അഭിനയിച്ച ആ സിനിമയിൽ ഇനി അടുത്ത റിലീസാവാതിരിക്കുകയാണ്. അത് ജിയോ ഫിലിംസാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നേരിട്ട് കാണുമ്പോൾ സാമ്യം തോന്നുന്നുണ്ടെങ്കിലും സ്ക്രീനിൽ അത്ര അധികം ഇല്ല.
പക്ഷെ പല ആളുകളും ഇത് ചോദിക്കാറുണ്ട്. ഞാൻ ആ ആറാം തിരുവപ്പനയുടെ ഫസ്റ്റ് ഡേ ഒരു വലിയൊരു കോമ്പൗണ്ട് ഉള്ളൊരു വീടായിരുന്നു ലൊക്കേഷൻ. ആ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ പൂജ തുടങ്ങുന്നതിന് മുമ്പ് രാഹുൽ മാധവ് ഇന്നോവയിൽ പോകുമ്പോൾ രാഹുൽ മാധവ് അപ്പോൾ എനിക്ക് രാഹുൽ മാധവ് അറിയാം, പക്ഷെ അദ്ദേഹത്തിന് എന്നെ അറിയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ നിത്യമേനോൻ കാണിച്ചു. അത് ഈ പൂജ തുടങ്ങുന്ന സമയത്ത് ഡയറക്ടർ പരിചയപ്പെടുത്തി ഇതല്ലാണ്ട് ഒരു SI ക്യാരക്ടർ ചെയ്യുന്നതാണ്. അപ്പോൾ രാഹുൽ പറഞ്ഞു ഞാൻ വിചാരിച്ച മനുഷ്യൻ ഷൈനാണ്. അപ്പോൾ നിത്യ പറഞ്ഞു ഓ ഈസ് ടോട്ടലി കൺഫ്യൂസിങ്. ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഷൈനാണെന്ന്, ഒരു ആംഗിളിൽ ഞാൻ നോക്കിയപ്പോൾ ഫഹദാണോ എന്ന് വിചാരിച്ചു. യു ആർ ടോട്ടലി കൺഫ്യൂസിങ്. അപ്പം അങ്ങനെ പല സാമ്യം പലരും പറയുന്നുണ്ട്. പക്ഷെ അഭിജിത്ത് പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സ്പേസും ഐഡന്റിറ്റി ഉണ്ടാവും. ഇല്ല, അത് ഗുണം ചെയ്തു. അല്ല, അത് മാത്രമല്ല 3 ഫോൺ കൂടി ട്രൈ ചെയ്തു. പുതിയ ഫോണാണ്. ഇവിടെ ഇറങ്ങി ഇനി അഭിജിത്ത് പറഞ്ഞ നമ്മൾ അങ്ങോട്ട് നമുക്ക് നമ്മുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയും. പക്ഷെ ഞാൻ പേഴ്സണലി ഞാനത് താല്പര്യപ്പെടാത്ത ഒരാളാണ്. കാരണം ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല. പിന്നെ തന്നെയല്ല അതൊരു പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹം എടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് മിമിക് ചെയ്തിട്ട് നമുക്കൊരു പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്ന കാര്യം അഭിജിത്തിൻ്റെ ഈ സ്ക്രിപ്റ്റും സിനിമയും അഭിജിത്ത് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. താങ്ക് യു. അഭിജിത്തിൻ്റെ അമ്മാവൻ അത് കണ്ടിട്ടാണ് താങ്കൾക്കും സിനിമയിൽ വരണമെന്നൊരു ആഗ്രഹം വന്നത്? തീർച്ചയായിട്ടും അതും ഞാൻ സത്യം പറഞ്ഞ ഞാൻ അശോക് ചേട്ടൻ്റെ സിനിമ തന്നെ കാണാൻ തിയേറ്ററിൽ പോയിട്ടുണ്ട്. അപ്പോഴും അശോക് ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കുറേ എനിക്ക് ഈ പറഞ്ഞ ഞാൻ ഷോർട്ട് ഫിലിംസൊക്കെ വന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരാളാണ് എന്നുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചേട്ടനായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ കൂടെ ഉള്ള ആളാണ്. പക്ഷേ ഞാൻ അശോകൻ ചേട്ടൻ്റെ അടുത്തും ഞാൻ പല പ്രാവശ്യം എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളി എന്നെ അങ്ങോട്ട് അതിലേക്ക് സിനിമയിലേക്ക് ഇനി വരണ്ട എന്നുള്ള രീതിയിലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞാൻ പല പുള്ളി ഏകദേശം 12ഓളം സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഞാൻ അപ്രോച്ച് ചെയ്യുന്നു, പുള്ളി അത് ബ്ലോക്ക് ചെയ്യുന്നു. ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയും. പുള്ളി എന്ന് പറഞ്ഞാൽ വളരെ സഡനാണ്. ഒരു 6 മാസത്തേക്ക് പ്രോജക്റ്റ് കഴിയും, അടുത്ത പ്രോജക്റ്റ് 6 മാസം ഇങ്ങനെ പോകുന്ന ഒരാളാണ്. നല്ല ക്രാഫ്റ്റാണ്. ഒരുപാട് അവാർഡ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സമയത്ത് പുള്ളി വളരെ ഈസി ആയിട്ട് ചെയ്യുകയായിരുന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയുടെ ഫുൾ ക്രൂവും കാര്യങ്ങളും എനിക്ക് കിട്ടിയേനെ. അപ്പം എനിക്ക് വലുതായിട്ട് എഫേർട്ട് എടുക്കേണ്ടി വരില്ല. എനിക്ക് പോയി നിന്നാൽ മതി, എല്ലാ കാര്യങ്ങളും ചെയ്താൽ ചിലപ്പോൾ ഒരു അസോസിയേറ്റ് വെച്ച് പുള്ളി എനിക്ക് വേണ്ടി ഒരു പടം ഡയറക്റ്റ് ചെയ്ത് തന്നേനെ എൻ്റെ ആഗ്രഹം തീർക്കാനായിട്ട്. പക്ഷേ നമ്മുടേതായിട്ട് ഓരോ ആൾക്കാരെയും ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ ആൾക്കാരെയും ഞാൻ ഓരോ സമയത്ത് കണ്ടുമുട്ടുകയും അവരുമായിട്ട് അവരിൽ എന്തുണ്ട് എന്ന് മനസ്സിലാവുകയും അവരെ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം നമ്മുടെ US ദീക്ഷയാണ് നമ്മുടെ മ്യൂസിക് ചെയ്തേക്കുന്നത്. അതുപോലെ എമ്പുരാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എഡിറ്റർ അഖിലേഷേട്ടനാണ് നമ്മുടെ സിനിമ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഫ്രണ്ട് സർക്കിൾ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ടൈമിൽ പല ബുദ്ധിമുട്ടുകൾ കാരണം പല ആൾക്കാർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ സ്പോട്ട് എഡിറ്റ് വെച്ചിട്ട് പ്രോജക്റ്റ് മുന്നോട്ട് പോയിരുന്നു. പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അഖിലേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു അഖിലേഷേട്ടൻ എന്ന് പറയുന്നത്. അപ്പം അഖിലേട്ടൻ വഴി നമ്മൾ അഖിലേഷേട്ടനെ കണക്ട് ചെയ്യുക. അഖിലേഷേട്ടൻ ഈ പറയും പോലെ സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ഇത്രയും വലിയ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പുള്ളി അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ അഖിലേട്ടൻ്റെ അടുത്തുള്ള ഒരു സ്നേഹവും ഞാൻ പോയി സംസാരിച്ച സമയത്ത് സ്ക്രിപ്റ്റിൻ്റെ അകത്തുള്ള ഒരു വിശ്വാസം കൊണ്ട് ഈ സിനിമ ഏറ്റെടുക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ചെയ്തത് ഏറ്റവും വലിയ പടവും നമ്മളെപ്പോലുള്ള സ്റ്റാർട്ടേഴ്സിൻ്റെ ഒരു നോർമൽ പടമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റീൽസിലൂടെയാണ് ശരിക്കും ഒരു മുഖ്യധാരയിലോട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിപ്പെട്ടത്. സിനിമയിൽ വരുമ്പോഴത്തേക്കുള്ള അറ്റ്മോസ്ഫിയർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ ഈ സിനിമയിൽ നിങ്ങളുടെ ഒരു ടീം തന്നെ ഫുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ദീക്ഷ ആണെങ്കിലും അനീഷ് ആണെങ്കിലും എല്ലാം നിങ്ങളുടെ ഒരു കോമ്പോയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. അത് എത്രമാത്രം ഇതിനകത്ത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നമുക്കൊരു മിനി ആടലോടെ കാണാൻ പറ്റും. അങ്ങനെയല്ല. നമ്മള് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജേണൽ എന്ന് പറഞ്ഞാൽ കോമഡിയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ഇതില് ഒന്ന് നമുക്ക് വേറെ ചെറിയൊരു റോളാണ്. അഭിതനുഷത്ത് നമുക്ക് ചോദിക്കാനെല്ലാം ഭയങ്കര മടിയായിരുന്നു. അത് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചേട്ടാ നിങ്ങൾ വിളി എന്നുള്ളതാണ്. പിന്നെ എനിക്കിത് ചോദിക്കണം, മമ്മൂട്ടിനെ കണ്ടു തുറന്നതില്ലേ ആദ്യം നമ്മളത് പറയുമ്പോഴും ഞാൻ സിനിമയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അഭിതന്നെ സുബിൻ ദാസ് വഴിയാണ് ആദ്യം നമ്മൾ കമ്പനി ആവുന്നത്, ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഫിലിമിനെ മമ്മൂട്ടിനെയൊക്കെ വെച്ച് പോയാണ്. അപ്പൊ ഞാൻ ചുമ്മാ ഇരിക്കുന്നത് ഞാൻ ഓട്ടം ശരി അതാണ്. പക്ഷെ അത് ഉള്ളത് തന്നെയായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി സാധനമൊക്കെ ഉള്ള ഒരാളാണ്. തലയൊക്കെ ഉള്ള കാണാൻ മറ്റേ മുടിയൊക്കെ വളർത്തിയിട്ട് വേറെ ലുക്കായിരുന്നു. ഇപ്പോഴും മുടിയൊക്കെ വിട്ട് ഈ സിനിമയുടെ ഡയറക്ടർ ആയപ്പോഴാണ് ഇങ്ങനെ ആയിരുന്നു.
അതൊരു വേറെ ലുക്കായിരുന്നു. അപ്പം ഒട്ടും ഞാൻ പ്രതീക്ഷിക്കില്ല പുള്ളി ഇങ്ങനെയൊക്കെ വന്ന് ചുമ്മാ മമ്മൂട്ടി ഇതൊക്കെ വലിയ വലിയ നടന്മാരുടെ പേരൊക്കെ പറയുള്ളൂ. അപ്പം ഞാൻ വന്നിട്ട് ചുമ്മാ നടന്നായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് ഇങ്ങനെ നമ്മളൊരു ദിവസം ഞാനും ഇങ്ങനെ കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊക്കോട്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ ഒരു സിനിമ ഉണ്ട്, കഥ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ തലയൊക്കെ ഉള്ള ആളാണ്. അപ്പം ഞാൻ പിന്നെ കുറേ സംശയങ്ങൾ ചോദിച്ചു. കാരണം നമ്മൾ റീല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാമറ സൈഡ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ചെയ്യുമ്പോഴും എനിക്കൊരു 60% എനിക്ക് അതിനെക്കുറിച്ചൊരു നോളജ് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ജസ്റ്റ് നമ്മൾ നോർമൽ എഴുതി വെക്കുന്നവരെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അഭിത്തനോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി തലയുള്ള ഒരാളാണെന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ കാടലോടകം അതല്ല, ആ ഒരു ജേണലല്ല. അപ്പം നമുക്ക് ഒരു രീതിയിലുള്ള ഒരു 3 സീനല്ല കേട്ടോ, 3 സീനുള്ള ഒരു ചെറിയ റോളാണ്. അത് അഭിത്തടം പറഞ്ഞ് 3 സീനുണ്ടെങ്കിൽ എൻ്റെ 30 ദിവസം വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെറുതെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇതാണ് പുള്ളിയുടെ പേര്. പിന്നെ നമ്മളെ കൂട്ടുകാരനായതുകൊണ്ട് അങ്ങനെ മുതലെടുക്കണമെന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. നമ്മളവിടെ വന്നിരുന്നാൽ പോലും നമുക്ക് നമ്മളെല്ലാം നമ്മളെ ഫ്രണ്ട്ലി മൈൻഡ് സമയമെല്ലാം അടിപൊളിയായിട്ട് പോകും. അങ്ങനെ മിനി ആടലോടകമൊന്നുമല്ല, അത് വേറെ ആൾക്കാരുടെ സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ആ ഒരു മേഖലയാണ് റീലായിട്ട് ബന്ധുവെച്ച് ആണ് സിനിമാ ജീവിതം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഇരുട്ടിന്റെ ആത്മാവല്ല, അങ്ങനെയാണെങ്കിൽ വിക്കിപീഡിയ ചേച്ചിട്ടുള്ളൂ. ഇരുട്ടിന്റെ ആത്മാവിന് നസീർ സാറിന്റെ പടം അതിനകത്ത് അഭിനയിച്ചിട്ടില്ല. ഇല്ല, അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലയോ? എല്ലാം അതാണ് ഞാൻ പറഞ്ഞത്. വിക്കിപീഡിയ ചതിച്ചാൽ വിക്കിപീഡിയ ചതിച്ചു. വിക്കിപീഡിയ ജയിച്ചതാ തന്നെ. അത് വായിച്ചത് തെറ്റിപ്പോയെന്ന് എനിക്ക് അറിയില്ല. വിക്കിപീഡിയയിൽ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അതുകൊണ്ടുണ്ട് ഞാൻ വിക്കിപീഡിയ ചതിച്ചാണ്. അപ്പൊ ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഇനി അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച ആദ്യത്തെ സിനിമ എന്ന് ഞാൻ ഒരു കഥാപാത്രം ത്രൂട്ട് ഒരു നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച ഒഴിമുറി എന്ന് പറഞ്ഞ് മധുബാലൻ സംവിധാനം ചെയ്ത സിനിമയാണ്. അതിന് മുമ്പ് ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കമേഴ്ഷ്യൽ സിനിമ ഞാൻ ആദ്യമായിട്ട് തല കാണിക്കുന്ന അല്ലെങ്കിൽ മുഖം കാണിക്കുന്ന പറഞ്ഞ രാജസേന സാറിന്റെ നാടൻ പെണ്ണ് നാട്ടുപ്രമാണി എന്നുള്ള സിനിമ. അതിന് മുമ്പ് എയർഫോഴ്സ് ജോലി കൊണ്ടിരുന്ന സമയത്ത് ലീവിന് വന്നിട്ട് ഒരു മീൻ തോണി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അതും വേണമെങ്കിൽ കൂട്ടാം. പക്ഷെ നമ്മളൊരു കഥാപാത്രമായിട്ട് വരുമ്പോഴാണല്ലോ ഒരു സിനിമയിൽ നമ്മൾ എപ്പോഴും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒഴിമുറിക്ക് ശേഷമാണ് നമ്മൾ സിനിമ വളരെ സീരിയസ് ആയിട്ട് കാണുകയും ഒക്കെ ചെയ്തത്. അവിടുന്ന് കുരുക്ക് വരെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ ബാലാജിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പുതിയ ആർട്ടിസ്റ്റുകളായിട്ടും പുതിയ, അതായത് ഇപ്പൊ അഭിജിത്തിനെ പോലെ പുതിയ ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ബാലാജിന് സാധിച്ചിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം ഈ കുരുക്കിന്റെ ടീം വ്യത്യസ്തമാവുന്ന എങ്ങനെയാണ്? നമ്മൾ ഇന്ന് ഇപ്പോൾ അങ്ങനെ വ്യത്യസ്തത എന്നൊന്നും എനിക്ക് അങ്ങനെ അവകാശപ്പെടാൻ അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സിനിമയോട് ഇവർക്കൊരു ഒരു ഒരു തീവ്രമായ ഒരു പാഷനുണ്ട്. നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ ഓരോ സിനിമയായിട്ട് സഹകരിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന എല്ലാ വേഷങ്ങളും ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായി? എന്നെ വിളിക്കുന്ന എൻ്റെ ഫുൾ കഥ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ അടുത്ത് ഞാൻ കിട്ടുന്ന കഥാപാത്രത്തിനെ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളതാണ്. ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ പോലീസുകാരനും ഓരോന്നാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഓരോ പോലീസുകാരനും ഓരോ മനുഷ്യനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന കഥാപാത്രം എന്തായാലും, ഏത് കഥാപാത്രമായാലും, ഇപ്പം നാടകമായാലും സിനിമയായാലും ഷോർട്ട് ഫിലിം ആയാലും റീൽസ് ആയാലും തെരുവ് നാടകമായാലും എല്ലാത്തിലും അഭിനയം എന്ന് പറയുന്ന അതൊരു പരിപാടി തന്നെയാണ്. കിട്ടുന്ന എല്ലാ പരിപാടികളും ഞാൻ ചെയ്യാറുണ്ട്. മനസ്സിലായി? ഒരു ഓട്ടോ ഞാൻ കുണ്ടും കുഴി കൂടെ ഉള്ള റോഡിൽ കൂടെ പോയില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ രീതിയിലുള്ള പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന, അതുപോലെ എല്ലാ ടൈപ്പിലുള്ള മീഡിയയും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം വ്യത്യസ്തത എന്ന് പറയുന്നത് ഇവരുടെ പാഷൻ. മനസ്സിലാക്കും? നമ്മൾ ജോയിൻ ഇപ്പം എന്നെ വിളിച്ച ഒരാൾ, അതാണ് നമ്മൾ ആദ്യം വിളിക്കുന്ന സുഹാസും ഞാനും തമ്മിൽ ഒരുപാട് സിനിമകളിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. തലയുള്ള ആളാണ്, അത്യാവശ്യം അസോസിയേറ്റ് പണി അറിയാവുന്ന ആളാണ്. യു നിഷ്ണ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഒരുപാട് സിനിമകൾ സഹകരിച്ചിട്ടുണ്ട്. സുഹാസിനോട് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഞങ്ങൾ എന്തോടെ വേഷം എന്നാൽ സ്ഥിരം തന്നെ മറ്റതാണ്. പരിപാടി എങ്ങനെയുണ്ട്? പരിപാടി നല്ല പരിപാടി. നമ്മുടെ ഡയറക്ടർ എങ്ങനെയുണ്ട്, അവന് എന്തെങ്കിലും അതൊക്കെ നല്ല പരിപാടിയാണ്. നമ്മൾ മോശപ്പേരുണ്ടാകുന്ന പരിപാടിയാണ് ഒന്നല്ല. ഞങ്ങൾ ഓക്കെ. അത് കഴിഞ്ഞ് അഭിജിത്ത് തന്നെ വിളിച്ചിട്ട് ചേട്ടൻ എങ്ങനെയാണ് സംഭവം? വളരെ നമ്മുടെ ബഡ്ജറ്റ് വളരെ ലിമിറ്റഡാണ്. ട്രിവാൻഡ്രം തന്നെയാണ് ചേട്ടൻ്റെ സമയത്ത് ഒന്ന് നമുക്ക് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, 2-3 ദിവസം അല്ലെങ്കിൽ 3 ദിവസം. അതെ. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സീൻസ് ഫുള്ളും തീർക്കുന്ന പരിപാടിയായിട്ട് ഞാൻ പറഞ്ഞു പിന്നെന്താ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവർക്കെല്ലാം നമ്മളൊരു പല ടൈപ്പ്, അതായത് ക്യാമറ വെച്ചിട്ട് ഇത് ഷോട്ട് ഓക്കെ എന്ന് ചോദിക്കുന്ന സിനിമകളിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളതിനെ നമ്മുടെ സിനിമ സദസ്സിൽ പറയും EMI പടം എന്ന് പറയും. EMI അടഞ്ഞുള്ള പടം. മനസ്സിലായി? ആ പടത്തിന്റെ പേരോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു പടം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും പോകാൻ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിന്റെ പ്രസ് മീറ്റിൽ നമ്മൾ എത്രയോ പടങ്ങൾ അഭിനയിച്ചു. നമ്മൾ പ്രസ് മീറ്റിൽ ഇപ്പം അഭിജിത്ത് വിളിച്ചപ്പോൾ വന്നിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പടത്തിന്റെ
പിറകിലുള്ളവരുടെ അധ്വാനം 2 ദിവസം കൊണ്ടിട്ട് അവർക്കൊരു പാഷനുള്ള പിള്ളേർ വരണം മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇപ്പോൾ പാഷനുള്ളവരാണ്. അപ്പോൾ ആ പാഷൻ എന്നുള്ളത് വർക്കാവുന്നതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് എന്താണ് ഇതിൻ്റെ റിസൾട്ട് ഒന്നും എനിക്ക് പറയാം, എനിക്ക് ഏതാണ് അവകാശവാദങ്ങളില്ല. നമ്മൾ അഭിനയിച്ച ഒരു സിനിമകളിൽ കൂടെ വേറൊരു സിനിമ എന്നേ പറയാൻ പറ്റും. പക്ഷേ ഈ സംവിധായകൻ ഒരു പാഷൻ, അവന് ഒരു എന്താ പറയുന്നത്, അവന് മലയാള സിനിമയിൽ എന്തോ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അടുത്ത ഇത് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തിക്കാനുള്ള ഒരു ആർജവം കണ്ടുകൊണ്ട് അതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത ഞാൻ ഫീൽ ചെയ്യുന്നത്. അവിടെയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് നടക്കാനായിട്ട് കാരണക്കാരായിട്ട് പ്രദീപ് അതുപോലെ അഖിൽ എന്ന് പറഞ്ഞിട്ട് 2 വ്യക്തികളാണ്. അപ്പോൾ അവരെയും കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. അവർ വഴിയാണ് നമ്മുടെ ഈ പ്രൊഡ്യൂസറിലേക്ക് ഞാൻ എത്തുന്നത്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് നമ്മളെ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ നിന്നുകൊണ്ട അവസ്ഥയിൽ ഒരു ഊർജ്ജമായിട്ട് വന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഒരു 20 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആർട്ടിസ്റ്റുകളെ ആ സിനിമയുടെ ഭാഗത്തേക്ക് കാണാറില്ല, സിനിമയെ പറ്റി തിരക്കാറില്ല. അപ്പോൾ ആ സ്ഥലത്ത് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും മിക്ക ദിവസങ്ങളിൽ വിളിച്ചിട്ട് എന്താ ഈ സ്റ്റേജ് കഴിഞ്ഞോ ആ സ്റ്റേജ് കഴിഞ്ഞോ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അനിലേട്ടൻ പിന്നെ നമ്മൾ ഡെയിലി ഇതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒറ്റപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഈ ഒരു പ്രസ് മീറ്റിലേക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രസ് മീറ്റ് ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന KUWJ, അതുപോലെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബിപിൻ മോഹൻ, മറ്റു മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും എൻ്റെ നന്ദി. സിനിമ കണ്ട് മമ്മൂക്ക വിളിക്കും.